ഞാൻ വന്നിരിക്കുന്നത് ബീഫ് വെള്ളക്കറിയും കൊണ്ടാട്ടോ. അപ്പോൾ ഇതിവിടെ ഷീലാമ്മയുടെ ചേർത്തലയിലുള്ള ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ അമ്മ അവിടെ ചേർത്തലയുള്ള സമയത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ചേർത്തലയിലാണ് അമ്മയുടെ വീടൊക്കെ. അപ്പോൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇവിടെ അനുച്ചയ്ക്കും കുഞ്ഞിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അബിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പോലും ഞാനും ഇതിൻ്റെ ഫാനായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ടേസ്റ്റ് ആട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ആദ്യം ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി ഇന്ന് നല്ലതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയുള്ളി ആട്ടോ ഇതിന് ഏറ്റവും നല്ലത്. സവാളക്കൾ, അപ്പോൾ ചെറിയുള്ളി കുറച്ച് വേണം. അതുപോലെ തന്നെ കാന്താരി ചതച്ചത്, പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടേണ്ടത് കുറച്ച് സ്പൈസസ് ആട്ടോ. ഏലക്ക, പട്ട, ഗ്രാമ്പു കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇത്രയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇച്ചിരി ചാറായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അല്ല നല്ല മുരിഞ്ഞ് കിട്ടണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ.